ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ കഥയുടെ പേരാണ് പ്രകൃതി അമ്മയാണ്. ഇത് നടക്കുന്നത് എനിക്ക് 10 വയസ്സുള്ള സമയത്താണ്. അന്ന് ഞാൻ IS പബ്ലിക് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. നമുക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ കാറ്റഗറി വൈസ് കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. ആ കൊല്ലം ഞാനും എൻ്റെ ചേട്ടനും സെയിം കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത്. എൻ്റെ അമ്മ പറഞ്ഞു, ഇക്കൊല്ലൊരു ചേഞ്ചിന് ചേട്ടൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അനിയത്തിയും പോകട്ടെ എക്സ്റ്റംബർ മലയാളത്തിന്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഞാനൊരു എലക്യൂഷനൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോയി പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ പോലും മറന്നു പോകുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ചേട്ടൻ ഒറേറ്ററിയിൽ പുലി ആയതുകൊണ്ട് ഞാൻ ഓർത്തു, എന്നാൽ ഒരു കൈ നോക്കാം, നമുക്കൊരു പ്രാക്ടീസൊക്കെ ആവുമല്ലോ. അങ്ങനെ ഞാൻ ചെന്നു. എൻ്റെയൊക്കെ ചെസ്റ്റ് നമ്പർ ആദ്യമായിരുന്നു. പപ്പി ഇരിക്കുന്നു, മമ്മി ഇരിക്കുന്ന, ചേട്ടൻ ബാക്കിൽ. ചേട്ടൻ ഇല്ല, ചേട്ടൻ്റെ വിഷയം കൊടുക്കാൻ വേണ്ടി വേറെ ഏതൊരു ക്ലാസ്സിൽ വെച്ചേക്കാണ്. സ്റ്റേജ് നിറയെ ഓഡിയൻസ്. അന്ന് ജഡ്ജസിൻ്റെ ഫേസ് എനിക്ക് അങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ എനിക്ക് ഉമാ മിസ്സിൻ്റെ ഫേസ് ഓർമ്മയുണ്ട്. മിസ്സിനെ എനിക്കന്ന് നല്ല പേടിയായിരുന്നു. സോറി മിസ്, ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഉമാ മിസ് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കിയിരിക്കുക. എനിക്ക് സബ്ജക്റ്റ് കിട്ടിയത് പ്രകൃതിയാണ് സബ്ജക്റ്റ്. ഞാൻ സ്റ്റേജിലോട്ട് നല്ല കോൺഫിഡൻസോട് കൂടി, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇജാതി ഒരു സ്റ്റേജ് ഫിയർ പോലും ഇല്ലാണ്ട് സ്റ്റേജിലോട്ട് ഞാനങ്ങ് കയറി നിന്നു. മൈക്ക് ഓണാക്കി, മാന്യ സദസ്സിന് നമസ്കാരം. എനിക്കിന്ന് പ്രസംഗിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം പ്രകൃതി. പ്രകൃതി അമ്മയാണ് എന്ന് പറഞ്ഞാൽ നേരെ നോക്കിയത് മിസ്സിനെയാണ്. മിസ്സിനെ കണ്ട് പേടിച്ചതുകൊണ്ടാണോ, അതോ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് വലിയ വ്യാപ്തി ഇല്ലാത്തതുകൊണ്ടാണോ, അതോ ഈ പ്രസംഗ കല എന്നത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല. പ്രകൃതി അമ്മയാണ് എന്ന് പറഞ്ഞ് ഞാൻ നന്ദി നമസ്കാരം എന്നും പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ വന്ന് ഓഡിയൻസിലിരുന്നു. ദാണ്ടേ നമ്മുടെ ചേട്ടൻ കയറി. പുള്ളി മറ്റേ മാലപ്പടക്കത്തിന് നമ്മൾ തീ കൊളുത്തുന്ന പോലെ നമസ്കാരം തൊട്ട് നന്ദി വരെയും നിർത്താണ്ട് 5 മിനിറ്റ് പ്രസംഗിച്ചു. റിസൾട്ട് അനൗൺസ് ചെയ്തു. പുള്ളിക്ക് ഫസ്റ്റ് ആസ് യൂഷ്വൽ. എൻ്റെ അടുത്ത് വന്ന് പലരും ചോദിച്ചു, എന്താണ് നേഹ പ്രകൃതി അമ്മയാന്നാ ഇത് പറഞ്ഞിട്ട്, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നീ സ്റ്റേജിൽ കയറിയെന്നൊക്കെ. അങ്ങനെ പേടിച്ച് നിന്ന ഞാനാണ് പിന്നീട് ഇംഗ്ലീഷ് എക്സ്റ്റംബറിന് എൻ്റെ +1 +2 കാലഘട്ടത്തിൽ ഞാൻ മത്സരിക്കാൻ പോയത്. ജില്ലാതലത്തിൽ ഡിമോണറ്റൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നോട്ട് നിരോധനം എന്ന വിഷയത്തിൽ പ്രസംഗിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടാണ് ഞാൻ സ്റ്റേറ്റിലോട്ട് പോയത്. അങ്ങനെയാണ് എൻ്റെ പ്രസംഗ ജേണി ആരംഭിക്കുന്നത്. എനിക്കിത്രേ പറയാനുള്ളൂ. ഈ പ്രകൃതി അമ്മയാണെന്നും പറഞ്ഞ് ഇറങ്ങി വന്ന ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഇത്രയും നന്നായി സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കഴിവുകളും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു നല്ല ഒറേറ്റർ ആവാനായിട്ട് എന്നെ ആ കാലഘട്ടത്തിൽ സഹായിച്ചിരുന്നതാണ് നല്ല ഡീപ്പായിട്ടുള്ള റീഡിങ്. എന്നോട് എൻ്റെ 12th സ്റ്റാൻഡേർഡിൽ ഞാൻ എക്സ്റ്റംബറിന് പോയിരുന്നപ്പോൾ എൻ്റെ മെൻറ്റർ ആയിരുന്ന ഹീര മിസ് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: റീഡ് ഈച്ച് ആൻഡ് എവറി പീസ് ഓഫ് ഇംഗ്ലീഷ് യു കുഡ് ഫൈൻഡ്. മാം ആണ് എന്നെ ടെഡെക്സ് ടോക്സ്, പിന്നെ അതുപോലെ കുറേ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സ്പീക്കേഴ്സിൻ്റെ മോട്ടിവേഷൻ സ്പീച്ചസ്, ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, അങ്ങനത്തെ ന്യൂസ് പേപ്പേഴ്സ്, ഇതൊക്കെ ഇരുത്തി വായിപ്പിച്ച് എൻ്റെ ആ ഒരു ഇംഗ്ലീഷ് ജേണിക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഉഷാർ നൽകിയത്. എൻ്റെ ആ +2 കാലഘട്ടത്തിൽ ഞാൻ എഴുതി വെച്ച ഇംഗ്ലീഷ് പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഇപ്പോഴും പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ആ പുതിയ വാക്കുകൾ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. അപ്പോൾ ദിസ് ഇസ് ടു മൈ യങ് ബഡിങ് ഒറേറ്റേഴ്സ്. പ്രകൃതി അമ്മയാണ് എന്ന് പറഞ്ഞെടുത്തു നിന്ന്, ഇഫ് ഐ കുഡ് ഡു ദിസ് മച്ച്, you guys can. That's it. Bye.